ഓരോ വിഷയങ്ങളിലും ഇന്ന് പലിശയുമായി വ്യക്തമായി പലിശയായി മാറി വരുന്ന ഒരുപാട് സംഗതികൾ ഇന്ന് സമൂഹം ഇടപെടുന്ന കാര്യങ്ങളിലുണ്ട്. ഇന്ന് എല്ലാ ആളുകൾക്കും അറിയാം, പലിശ അങ്ങോട്ട് കൊടുത്തിട്ട് ഇപ്പം ഇന്ന് എല്ലാവരും പല ആളുകളും ജ്വല്ലറികളിൽ പൈസ കൊടുക്കും. ജ്വല്ലറികളിൽ മാത്രമല്ല, ടെക്സ്റ്റൈൽസുകളിലോ ഏതെങ്കിലുമൊക്കെ കച്ചവടത്തിലേക്ക് ഞാൻ എൻ്റെ 1,00,000 റുപ്യ ഞാൻ കൊടുക്കുകയാണ്. 1,00,000 രൂപ ഞാൻ കൊടുക്കുമ്പോൾ എന്താ അയാളുമായിട്ടുള്ള എൻ്റെ ഡിമാൻഡ് എന്താണ്, എൻ്റെ ആവശ്യം എന്താണ്, കണ്ടീഷൻ എന്താണ്? അയാൾ എന്നോട് പറയണേ, ഞാൻ നിങ്ങൾക്ക് മാസം 5,000 റുപ്യ വീതം തരും. നിങ്ങൾ 1,00,000 ദിർഹം തന്നാൽ ഞാൻ നിങ്ങൾക്ക് മാസാന്ത 5,000 റുപ്യ തരും. അത് ഫിക്സഡ് ആണോ? ആ ഫിക്സഡാ. 5,000 റുപ്യ നിങ്ങൾക്ക് എന്തായാലും തരും. അപ്പോൾ കൂടിയാൽ കൂടുമോ? ഇല്ല. കുറഞ്ഞാൽ കുറയോ? ഇല്ല. കൂടിയാലും കൂടിയില്ലെങ്കിലും ഒക്കെ പിന്നെ നിങ്ങൾക്ക് ഞാൻ 5,000 തരും. അങ്ങനെ നിങ്ങൾക്ക് പറ്റണേ? അത് നമുക്കറിയാം, നമ്മളെ കച്ചവടത്തിൽ അങ്ങനെ വരുള്ളൂ. നമ്മളെ കച്ചവടത്തിൽ ഇന്ന് വരെ അങ്ങനെ ലാഭത്തിലേ പോയിട്ടുള്ളൂ. അവിടെ നിങ്ങൾ എന്തിനാ ബേജാറാണ്? നിങ്ങൾക്ക് 5,000 കിട്ടിയാൽ പോരെ? അതെ, 5,000 കിട്ടിയാൽ മതി. പിന്നെ നഷ്ടമായാലും ലാഭമായാലും നിങ്ങൾ ആവശ്യമാകുമ്പോൾ ഞാനോട് പറയും, അപ്പം എൻ്റെ ക്യാപിറ്റൽ നിങ്ങൾ തിരിച്ചു തരും വേണം. ശുദ്ധ തനിച്ച ഹറാമായ ഇടപാടാണിത്. ഈ ബിസിനസ് ഒരുപാട് ആൾക്കാർ നടത്തുന്നുണ്ട്. കച്ചവടത്തിലേക്ക് പൈസ കൊടുക്കുക എന്നാ പറയാം. അത് കച്ചവടമല്ലാതെ റിബയാണ്. പൈസ കൊടുക്കുക, എന്നിട്ട് ഫിക്സഡ് പിന്നെ ഞാൻ തിരിച്ചു വാങ്ങുക. 1,00,000 ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് അതുകൊണ്ട് എനിക്കുള്ള ബെനിഫിറ്റ്? എന്തൊക്കെയാണ്? എനിക്ക് മാസാന്തം ഫിക്സഡ് ഒരു എമൗണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ആവശ്യമാകുമ്പോൾ 1 മാസം മുമ്പ് ഞാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 2 മാസം മുമ്പ് പറഞ്ഞാൽ മതി. ഞാൻ കൊടുത്ത ക്യാപിറ്റൽ ലാഭമായോ നഷ്ടമായോ എന്നൊന്നും ഞാൻ അറിയൂല. എനിക്കത് ഫുള്ള് തിരിച്ചു കിട്ടുകയും ചെയ്യും. ശുദ്ധമായ പലിശയാണ്, തനിച്ച ഹറാമാണ്. ആരെങ്കിലും അത്ര ഇടപാടിലുണ്ടെങ്കിൽ വേഗം അതിൽ നിന്ന് വിരമിക്കലാണ് നല്ലത്.